بسم الله الرحمن الرحيم والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും അവസാനം അവതരിപ്പിക്കപ്പെട്ട അധ്യായങ്ങളിലൊന്നാണ് സൂറത്തുൻ നസ്ർ. ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായങ്ങളിൽ ഒന്നുകൂടിയാണത് എന്ന് നമുക്കറിയാം. ഖുർആനിൽ ഏറ്റവും അവസാനം അവതരിപ്പിക്കപ്പെട്ട ഭാഗം തന്നെ ഇതാണ് എന്ന അഭിപ്രായമുള്ള ഒരുപാട് ഖുർആൻ പണ്ഡിതന്മാരുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ ഒരു അധ്യായം എന്ന നിലക്ക് പൂർണ്ണമായി ഒരു അധ്യായത്തിന്റെ പൂർണ്ണതയിൽ അവതരിപ്പിക്കപ്പെട്ട അവസാനത്തെ ഖുർആൻ ഭാഗം അത് സൂറത്തുൻ നസ്റാണ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്ത് തന്നെയായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ വളരെ അവസാനത്തിലാണ് ഈ അധ്യായത്തിന്റെ അവതരണം ഉണ്ടാകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അതിൻ്റെ അന്ത്യത്തോടടുത്തപ്പോൾ തൻ്റെ ജീവിതം അവസാനിക്കാൻ പോകുന്നു എന്ന സൂചന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല രീതിയിൽ നൽകിക്കൊണ്ടിരുന്നതായി നമ്മൾക്ക് ഹദീസുകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ അന്ത്യത്തിന് തൊട്ടു മുമ്പായി നടന്ന ഹജ്ജ്, ആ ഹജ്ജിന്റെ പേര് തന്നെ വിടവാങ്ങൽ ഹജ്ജ് എന്നായിരുന്നല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും മക്ക വിജയത്തിന് ശേഷം നിർവഹിച്ച ഈ ഹജ്ജ് കർമ്മത്തിന് അങ്ങനെ ഒരു പേര് വരാൻ തന്നെയുണ്ടായ കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹജ്ജിനിടയിൽ അവിടെ തടിച്ചുകൂടിയ മനുഷ്യരോട് ഇങ്ങനെ വിട ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഒട്ടകപ്പുറത്തിരുന്നു കൊണ്ടും മറ്റും അവർക്കിടയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് കൈകൊണ്ട് ആംഗ്യം കാണിച്ച് അവരോട് യാത്ര ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ സൂചന വളരെ കൃത്യമായി എല്ലാവർക്കും അപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിലും പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താൻ വിടവാങ്ങാൻ ഒരുങ്ങുന്നു, തൻ്റെ ദൗത്യം പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നു എന്ന സൂചന അതിൽ നൽകിയിരുന്നതായി വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുക, എന്നെ നിങ്ങൾ നോക്കുക, എങ്ങനെയാണ് ഹജ്ജ് നിർവഹിക്കേണ്ടത് എന്ന് കൃത്യമായി എന്നിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. കാരണം എനിക്ക് ഇനിയൊരു തവണ നിങ്ങളുടെ കൂടെ ഹജ്ജ് നിർവഹിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല, മറ്റൊരവസരത്തിൽ ഇത് പഠിപ്പിക്കാൻ എനിക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ വളരെ സൂക്ഷ്മമായി എൻ്റെ കർമ്മങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് എന്നിൽ നിന്ന് ഹജ്ജിന്റെ കർമ്മപാഠങ്ങൾ സ്വീകരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വളരെ പ്രസിദ്ധമാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കഴിഞ്ഞ് മദീനയിലേക്ക് മടങ്ങിയെത്തിയതിനു ശേഷം പല രീതികളിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ നിറഞ്ഞു നിന്നിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുചരൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പണ്ഡിതനായ സ്വഹാബിയാണ്. ആ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യമനിലെ ഗവർണറായി നിശ്ചയിക്കുന്നുണ്ട്. ആ സമയത്ത് യമൻ അപ്പോഴേക്കും അറേബ്യ മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാജ്യമായി മാറിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ യമനിലേക്ക് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദിന്റെ കൂടെ, മുആദിരിക്കുന്ന വാഹനത്തിന്റെ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് വളരെ വൈകാരികമായി ഒരു അന്ത്യ സന്ദേശം നൽകുന്നത് പോലെ, അന്ത്യോപദേശം നൽകുന്നത് പോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് സംസാരിക്കുന്നുണ്ട്. അവിടെ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, മുആദ്, നീ ഇനി മദീനയിലേക്ക് മടങ്ങി വരുമ്പോൾ എന്നെ കാണാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല, ഞാനപ്പോൾ മദീനയിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, എൻ്റെ ഖബറായിരിക്കും ഒരുപക്ഷെ നീ കാണുക എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
അവിടെ സംസാരിക്കുന്നത് നമുക്ക് കാണാം. ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മരണം ഏതാണ്ട് അടുത്തിരിക്കുന്നു, താൻ ഈ ഇഹലോകത്തോട് വിട പറയുകയാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവിടുന്ന് ഉഹദ് സന്ദർശിക്കുന്നുണ്ട്. അവിടെ മറമാടപ്പെട്ട് കിടക്കുന്ന ഉഹദിലെ ശുഹദാക്കൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രാത്രി പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഉറങ്ങിക്കിടക്കുന്നതിനിടക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് ബക്കീയിലേക്ക് പോകുന്നുണ്ട്. ബക്കീ അവിടുത്തെ മുസ്ലിങ്ങളുടെ പൊതു മക്ബറയാണ് എന്ന് നമുക്കറിയാം. ബക്കയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവിടെ മറമാടപ്പെട്ട് കിടക്കുന്ന സഹാബിമാർക്കെല്ലാം വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെ ഒന്നും സന്ദർശിക്കുവാൻ, അവരുടെ ഖബറുകൾക്കടുത്തേക്ക് ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇനി തനിക്കൊരു അവസരം ഉണ്ടാവുകയില്ല എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ചെയ്യുകയാണ് ഉണ്ടായത് എന്ന് അതുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങൾ ഹദീസുകളിൽ രേഖപ്പെടുത്തപ്പെട്ടത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. സത്യവിശ്വാസികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്ന പ്രിയവും സ്നേഹവും ഇഷ്ടവുമൊക്കെ അത് എത്രത്തോളം തീവ്രമായിരുന്നു എന്നീ സംഭവങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് നൽകിയ ഉപദേശത്തിൽ മുറ്റിനിന്ന വൈകാരികതയിൽ മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ മക്ബറകളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് വിശ്വാസികൾക്ക് വേണ്ടി അവസാനമായി നിർവഹിച്ച പ്രാർത്ഥനകളിൽ വരെ ഉമ്മത്തിനോട്, തന്റെ ശിഷ്യന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്ന സ്നേഹം വളരെ പ്രകടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനമായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗം വളരെ കഠിനതരമായി തീർന്നു. മരണത്തിന്റെ ലക്ഷണങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പ്രകടമായി തുടങ്ങി എന്ന് നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ സെയ്ദ് ബിൻ ഹാരിസയുടെ പുത്രൻ ഉസാമ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റോമിലേക്ക് ഒരു സൈനിക ദൗത്യത്തിന് വേണ്ടി പറഞ്ഞയക്കുകയാണ്. അവിടെ ഷാമിലേക്ക് ഉസാമ പോകുന്നു, സൈന്യത്തലവനായി പോകുന്നു. പക്ഷേ പോകുന്ന വഴിയിൽ വെച്ച് ഉസാമ അറിയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റം ശയ്യാവലംബിയാണ്, രോഗഗ്രസ്തനാണ്. അത് കേട്ട് ഉസാമ തിരിച്ചു വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ നിന്ന്, മദീനയിൽ നിന്ന് വേർപെട്ടു പോകാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തോട് അടുത്തിരിക്കുന്നു എന്ന് തോന്നിയതിനാൽ ഉസാമക്ക് കഴിയുന്നില്ല. പക്ഷേ ഉസാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് തിരിച്ചു വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ഉസാമയെ ആ സൈനിക ദൗത്യവുമായി പുറപ്പെട്ടു പോകാൻ തന്നെ ഉപദേശിക്കുന്നു. തന്റെ മരണത്തിന്റെ ഏറ്റവും തൊട്ട് മുമ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുമതലപ്പെടുത്തിയ ഒരു വലിയ ദൗത്യമായിരുന്നു അത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അവസാനം നമ്മൾ പരിശോധിച്ചാൽ ഒരുപാട് സൂചനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താൻ വിട പറയുകയാണ് എന്നതിന്റെ സൂചനകൾ നിരന്തരമായി നൽകിക്കൊണ്ടിരുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇവിടെ വളരെ പ്രകടമായൊരു സൂചന സൂറത്തു നസ്ർ എന്ന് പറയുന്ന ഈ അധ്യായമായിരുന്നു. പക്ഷേ അതിന്റെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമാണ് എന്ന കാര്യം സഹാബിമാരിൽ മിക്കവർക്കും അപ്പോൾ മനസ്സിലായിരുന്നില്ല. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ കാര്യം വളരെ വ്യക്തമായിരുന്നു. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ്, അള്ളാഹുവിന്റെ സഹായം നിനക്ക് വന്നെത്തിയാൽ, അള്ളാഹു നിന്നോട് വാഗ്ദാനം ചെയ്തിരുന്നു, ഈ ദൗത്യം വിജയകരമായിരിക്കും എന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. ആ സഹായം നിനക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ, ആ സഹായം നിന്റെ അടുത്തെത്തിയാൽ, അതേപോലെ ആ വിജയവും നിന്നെ തേടി വന്നാൽ, മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്, ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും, ഇത് മക്ക വിജയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തിന്റെ പരിസമാപ്തിയാണത്. അറേബ്യ മുഴുവൻ വിഗ്രഹാരാധനയിൽ മുങ്ങിക്കുളിച്ചിരുന്ന ഒരു കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ആരംഭിച്ച് കേവലം 1/4 നൂറ്റാണ്ടിൽ കുറഞ്ഞ കാലം കൊണ്ട് ഈ എതിർപ്പുകളെയും വെല്ലുവിളികളെയും എല്ലാം മറികടന്ന് അള്ളാഹുവിന്റെ മഹത്തായ സഹായത്താൽ സമാന്തരങ്ങളില്ലാത്ത വിജയം, അറേബ്യ മുഴുവൻ തൗഹീദിന്റെ, ഈമാനിന്റെ നാടായി മാറിയ, ഷിർക്കും കുഫറും അവിടെ നിന്ന് തുടച്ചു നീക്കപ്പെട്ട മഹത്തായ വിജയം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം കണ്ണുകൊണ്ട് കാണുകയാണ്. അത് അങ്ങേക്ക് വന്നെത്തിയാൽ, അത് താങ്കൾക്ക് കിട്ടിയാൽ, ഇതാ ഈ മക്ക വിജയം താങ്കൾ അനുഭവിച്ചിരിക്കുന്നു, അതിനർത്ഥം അങ്ങയുടെ ദൗത്യം പരിസമാപ്തിയിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ്. ആ ദൗത്യം പരിസമാപ്തിയിലേക്ക് കടന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ജീവിതം അവസാനിക്കാറായിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, തസ്ബീഹ് വർദ്ധിപ്പിക്കുക, അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക, അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ടേയിരിക്കുക. തസ്ബീഹും ഇസ്തിഗ്ഫാറുമായി മരണത്തിനൊരുങ്ങുക എന്നാണ് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്
അള്ളാഹു അവിടെ പറയുന്നത്. അള്ളാഹു പാപമോചനം നൽകുന്നവനാണ്, അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനാണ്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു, നിന്റെ നാഥനെ നീ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുക, നിന്റെ നാഥന്റെ പരിശുദ്ധിയെ നീ വാഴ്ത്തിക്കൊണ്ടിരിക്കുക, നിന്റെ നാഥനിലേക്ക് നീ പശ്ചാത്തപിച്ച് മടങ്ങുക, അവനോട് പാപമോചനം അർത്ഥിച്ചുകൊണ്ടിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടതാണ് എന്ന് നമുക്കറിയാം. പക്ഷേ അള്ളാഹുവിലേക്ക് മടങ്ങുന്ന സമയത്ത് ഒരടിമയുടെ കയ്യിലുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ സമ്പത്ത് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പാപമോചനമാണ്. പ്രവാചകരെ, കർമ്മങ്ങൾ ചെയ്യാനുള്ളതെല്ലാം അങ്ങ് ചെയ്തിരിക്കുന്നു, ജീവിതത്തിൽ ചെയ്തു തീർക്കാനുള്ളതെല്ലാം ചെയ്തു തീർത്തിരിക്കുന്നു. ഇനി സമാധാനപരമായ മടക്കമാണ് ബാക്കിയുള്ളത്. ലോകത്തിലെ ഏറ്റവും സുന്ദരമായ മടക്കം, അസുലഭമായൊരു സൗഭാഗ്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്ന് നമുക്കറിയാം. അവിടെ തന്റെ ദൗത്യങ്ങൾ സംതൃപ്തിയോടുകൂടി നിർവഹിച്ചു തീർത്ത് പ്രവാചകൻ അള്ളാഹുവിലേക്ക് മടങ്ങാൻ ഒരുങ്ങുകയാണ്. അവിടെ തസ്ബീഹും ഇസ്തിഗ്ഫാറും ഇനി ജീവിതത്തിൽ നിറയട്ടെ, അതിൽ ഏകാഗ്രതയോടുകൂടി അതിലേക്ക് ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള മാസങ്ങൾ അങ്ങ് നീക്കിവെക്കുക എന്ന് അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഈ അധ്യായത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഇത് സഹാബിമാരിൽ പലർക്കും സ്വാഭാവികമായും മനസ്സിലായിരുന്നില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മരണത്തോടടുപ്പിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരമായി നമസ്കാരങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു. സുബ്ഹാനകല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഇഗ്ഫിർലി എന്ന് നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, സുജൂദുകളിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മരണത്തോടടുപ്പിച്ച് അദ്ദേഹം ആവർത്തിച്ച് ഈ പ്രാർത്ഥന ഉരുവിടുന്നത് കേട്ടു എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. അവിടെ സുബ്ഹാനകല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഇഗ്ഫിർലി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? സുബ്ഹാനക റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഇഗ്ഫിർലി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ടാണ് ചില റിപ്പോർട്ടുകളിലുള്ളത്. ചില റിപ്പോർട്ടുകളിൽ സുബ്ഹാനക റബ്ബന അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ടാണ് ഉള്ളത്. എന്താണെങ്കിലും ഈ പ്രാർത്ഥനയുടെ അർത്ഥം ഒന്ന് തന്നെയാണ് എന്ന് നമുക്കറിയാം. അള്ളാഹുവേ, നീ പരിശുദ്ധനാണ്, നിന്റെ പരിശുദ്ധിയെ ഞാൻ ഇവിടെ ഉറക്കെ പറയുന്നു, നിന്നെ ഞാൻ വാഴ്ത്തുന്നു, നിന്നെ ഞാൻ പ്രകീർത്തിക്കുന്നു, നിന്നോട് ഞാൻ പാപമോചനം അർത്ഥിക്കുന്നു, നിന്നിലേക്ക് ഞാൻ ഖേദിച്ച് മടങ്ങുന്നു, ഞാൻ ഇസ്തിഗ്ഫാർ നടത്തുന്നു, ഞാൻ തൗബ ചെയ്യുന്നു, നീ സുബ്ഹാനാണ് എന്ന കാര്യം ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ നിരന്തരമായി സമൃദ്ധമായി ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകരെ, എന്താണ് മുമ്പൊന്നും ഇല്ലാത്ത വിധത്തിൽ നമസ്കാരത്തിൽ ഈ ദിക്റുകൾ അങ്ങ് ആവർത്തിച്ചു കൊണ്ടിരിക്കാനുള്ള കാരണം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ആയിഷ റളിയല്ലാഹു അൻഹയോട്, ആയിഷ, ഒരു അടയാളം, ഒരു അലാമത്ത് എനിക്ക് കാണിച്ചു തരും എന്ന് അള്ളാഹു എന്നെ അറിയിച്ചിട്ടുണ്ട്. ആ അടയാളം ഞാൻ കണ്ടാൽ ഈ പ്രാർത്ഥന വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം എന്നെനിക്ക് നിർദ്ദേശമുണ്ട്. ആ അടയാളം സൂറത്തുൻ നസ്റാണ്. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന് പറയുന്ന അധ്യായമാണ്. ആ അധ്യായം ഞാൻ കണ്ടു കഴിഞ്ഞു. അതെന്റെ മരണത്തിന്റെ അടയാളമാണ്, എന്റെ വിടവാങ്ങലിന്റെ അടയാളമാണ്, എന്റെ ദൗത്യം അവസാനിക്കുന്നതിന്റെ ലക്ഷണമാണ്. അത് കണ്ടാൽ ഞാൻ തസ്ബീഹും ഇസ്തിഗ്ഫാറും തൗബയുമായി അള്ളാഹുവിലേക്ക് യാത്ര തിരിക്കുവാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തണം എന്നാണ് അതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു ഞാൻ. അതുകൊണ്ടാണ് ഞാൻ എന്റെ നമസ്കാരങ്ങളിൽ, ഞാൻ എന്റെ ജീവിതത്തിൽ ഈ ദിക്ർ നിരന്തരമായി ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗഗ്രസ്തനാകുന്നു. അതിതീവ്രമായ രോഗം, അതിതീവ്രമായ പനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടികൂടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാർക്കൊപ്പം ഊഴം വെച്ച് താമസിക്കുന്നത് അവസാനിപ്പിച്ച് അവരുടെ സമ്മതത്തോടുകൂടി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ താമസമാക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു പ്രവാചകനും ആ പ്രവാചകന്റെ മരണത്തിലേക്ക് നയിക്കുന്ന രോഗം, അവസാനത്തെ തീവ്രമായ രോഗം, ആ രോഗം വരുന്ന സമയത്ത് അള്ളാഹു ഓപ്ഷൻ കൊടുക്കാതിരിക്കുകയില്ല. അള്ളാഹു ആ പ്രവാചകനോട് ചോദിക്കും, എന്ത് വേണം അങ്ങേക്ക്? ഇനിയും ഈ ലോകത്ത് ജീവിക്കണമോ? അങ്ങനെ ജീവിക്കണമെങ്കിൽ ജീവിക്കാം. ഈ ലോകത്ത് ഇനിയും ജീവിക്കണമെങ്കിൽ, ഈ ലോകത്ത് എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി അങ്ങേക്ക് ജീവിക്കണമെങ്കിൽ, അങ്ങയുടെ ദൗത്യം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞു, ഈ ദുന്യാവിൽ വേണമെങ്കിൽ അങ്ങേക്ക് ജീവിതം തുടരാം. അതല്ല, അള്ളാഹുവിലേക്ക് മടങ്ങണമെങ്കിൽ ഇപ്പോൾ മടങ്ങാം. ഇതിലേത് വേണം എന്ന് ചോദിക്കാതെ ഒരു പ്രവാചകനും ആ പ്രവാചകന്റെ മരണത്തിന് കാരണമാകുന്ന രോഗം ലഭിക്കുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഈ സാധ്യത കൊടുത്തു എന്നും അതിൽ അവിടുന്ന് മരണം തെരഞ്ഞെടുത്തു എന്നും എനിക്ക് മനസ്സിലായി. അത് മനസ്സിലാകാനുള്ള കാരണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പനിച്ചുകൊണ്ട് ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മഅല്ലദീന അൻഅമ
അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിലെ ഈ വചനം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ കേട്ടു. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ഇവിടെ ഖുർആൻ പറയുന്ന ഈ ഖുർആനിന്റെ വചനത്തിന്റെ ഈ ഭാഗം, ആ ഭാഗത്തിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂടെ അവരിലേക്ക് മടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ അവരെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞു. അവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിലേക്ക് പോകാൻ, അവരുടെ കമ്പനിയിലാകാൻ, അവരുടെ ഒരു വൃത്തത്തിലാകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ദുന്യാവിൽ തുടർന്ന് ജീവിക്കുവാൻ എനിക്ക് ആഗ്രഹമില്ല. അള്ളാഹുവേ, ഞാൻ നിന്നിലേക്ക് മടങ്ങുന്നു. നീ അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ നിന്റെ കൂടെയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയായിരുന്നു. അത് ആ ആയത്ത് പാരായണം ചെയ്യുക വഴി താൻ തെരഞ്ഞെടുക്കുന്നത് മരണത്തെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുകയായിരുന്നു എന്നെനിക്ക് പിന്നീട് മനസ്സിലായി എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. വളരെ പ്രസിദ്ധമായ സംഭവം നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗം തീവ്രമായ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വന്നു. അൽ മസ്ജിദുൻ നബവിയുടെ ആ മിമ്പറിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനേകം ഖുത്ബകൾ നിർവഹിക്കപ്പെട്ട മിമ്പറിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറിയിരുന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൂടിയവരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കാഷ്വലായി സംസാരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെയും തൊടാത്ത രൂപത്തിൽ പറഞ്ഞു, ഒരടിമ, ആ അടിമയോട് അള്ളാഹു ചോദിച്ചു, നിനക്ക് എന്ത് വേണം? ഈ ദുന്യാവിൽ ജീവിക്കണോ അതോ അള്ളാഹുവിലേക്ക് മടങ്ങണോ? ആ അടിമ അള്ളാഹുവിലേക്കുള്ള മടക്കം തെരഞ്ഞെടുത്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയുന്നുണ്ട്. സഹാബിമാർ ഇത് ആരുടെയോ കഥ പറയുകയാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് സഹാബിമാരെല്ലാം അവിടെ ഇരിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തേങ്ങി കരയാൻ തുടങ്ങി. മറ്റ് സഹാബിമാർ, ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഈ ഷെയ്ഖ്, ഈ വൃദ്ധൻ എന്തിനാണ് ഇങ്ങനെ തേങ്ങിക്കരയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതോ ഒരു അടിമയുടെ കാര്യം പറഞ്ഞതിന്, ഒരു ഉപമ പറഞ്ഞതിന്, ഒരു കഥ പറഞ്ഞതിന് എന്തിനാണ് അബൂബക്കർ ഇങ്ങനെ കരയുന്നത് എന്ന് സഹാബിമാർ അത്ഭുതം കൂറി. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ കുറിച്ച് തന്നെയാണ് പറയുന്നത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അത്രയും ബോധ്യമുണ്ടായിരുന്നു. ആ അടിമ എന്ന് പറയുന്നത് പ്രവാചകൻ തന്നെയാണ്. ഇതാ പ്രവാചകൻ മരണം തെരഞ്ഞെടുത്തിരിക്കുന്നു, പ്രവാചകൻ അള്ളാഹുവിലേക്ക് തിരിക്കാറായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കറിന്റെ കരച്ചിൽ കേട്ട് അബൂബക്കറിനെ ആശ്വസിപ്പിക്കാൻ എന്നവണ്ണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എനിക്ക് ഏറ്റവും നല്ല സുഹബത്ത് തന്നത്, ഏറ്റവും നല്ല സൗഹൃദം തന്നത്, ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പ് തന്നത്, ഏറ്റവും നല്ല കമ്പനി തന്നത് അത് അബൂബക്കറാണ്. അബൂബക്കറിനെ പോലെ എനിക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിച്ച, ഇസ്ലാമിനു വേണ്ടി സമ്പത്ത് ചെലവഴിച്ച മറ്റൊരാളും ഉണ്ടായിട്ടില്ല. അബൂബക്കറിനോട് എനിക്കുള്ളത് ഉഹ്വത്താണ്, സാഹോദര്യമാണ്, ഇസ്ലാമികമായ സാഹോദര്യമാണ്. അതേപോലെ മവദ്ദത്താണ്. മവദ്ദത്ത് എന്ന പദം നമുക്കറിയാം. അബൂബക്കറും ഞാനും തമ്മിലുള്ള സ്നേഹം, പ്രിയം, ഇഷ്ടം എന്ന് പറയുന്നത് അത്രയും തീവ്രതരമാണ്. ഒരു പ്രഭാഷണത്തിൽ മുഴുവൻ സഹാബിമാരും കേൾക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം തീവ്രമായപ്പോൾ പല സഹാബിമാരും വീട്ടിലേക്ക് പോകാതെ പള്ളിയിൽ തന്നെ തമ്പടിച്ചു എന്ന് നമുക്ക് സീറയിൽ കാണാം. കാരണം വീട്ടിൽ പോകുന്ന സമയത്ത് പ്രവാചകൻ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന ആശങ്കയായിരുന്നു അത്. തടിച്ചുകൂടിയ ജനസാഗരത്ത് നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യമായി അബൂബക്കറുമായി തനിക്കുള്ള സുഹബത്തും മവദ്ദത്തുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറയുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മദീന പള്ളിയിലേക്ക് പലർക്കും കടന്നു വരാനുള്ള സ്വകാര്യമായ വാതിലുകളുണ്ട്. അവരുടെ വീടുകളിൽ നിന്ന് നേരെ പള്ളിയിലേക്ക് കടന്നു വരാനുള്ള വാതിലുകൾ, ആ വാതിലുകളൊന്നും ഇനി വേണ്ട. ആ വാതിലുകളൊക്കെ അടച്ചേക്കുക. പള്ളിക്ക് പൊതുവായ വാതിലുകൾ മതി. പക്ഷേ അബൂബക്കറിന്റെ വാതിൽ അവിടെ തന്നെ നിൽക്കട്ടെ, ആ വാതിൽ മാത്രം അവിടെ ബാക്കിയാകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലുണ്ടായിരുന്ന പ്രാധാന്യത്തെയും സ്ഥാനത്തെയും അത് വിശദീകരിക്കുവാൻ ഒരുപാട് സമയം വേണ്ടിവരും. തന്റെ പിൻഗാമി ആരാണ് എന്ന സുവ്യക്തമായ സൂചന നൽകിക്കൊണ്ടാണ്, ഇவ்விதം സഹാബിമാർക്ക് അത് പല രീതികളിൽ വ്യക്തമാക്കി കൊടുത്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിടവാങ്ങുന്നത്. എന്ത് തന്നെയായിരുന്നാലും സൂറത്തുൻ നസ്റിന്റെ അവതരണം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അവസാനിച്ചു തുടങ്ങുന്നതിന്റെ അടയാളമായിരുന്നു. ഇബ്നു അബ്ബാസ്
റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വളരെ ചെറിയ പ്രായത്തിലാണ്, അദ്ദേഹത്തിന്റെ കൗമാരത്തിന്റെ തുടക്കത്തിലാണ്. ഉമർ റളിയല്ലാഹു അൻഹു പലപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് പണ്ഡിതന്മാരും വലിയ സഹാബിമാരും എല്ലാം കൂടിയിരിക്കുന്നിടത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്നിരുത്തുമായിരുന്നു. ചില വൃദ്ധരായ സഹാബിമാരൊക്കെ അത്ഭുതപ്പെടും, ഈ കുട്ടിയെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നിരുത്തുന്നത്? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയും, ആ കുട്ടിയുടെ വിജ്ഞാനത്തെ പറ്റി നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്, ഖുർആനിൽ അവനുള്ള പാണ്ഡിത്യത്തെ പറ്റി നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. ബദറിലൊക്കെ പങ്കെടുത്ത സഹാബിമാരുള്ള സദസ്സിലാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നിരിക്കുന്നത്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ആ സദസ്സിൽ വെച്ച് ചോദിക്കുന്നുണ്ട്, ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നസ്ർ, ആ സൂറത്തുൻ നസ്ർ അവതരിപ്പിക്കപ്പെട്ടത് നിങ്ങൾക്കെല്ലാം അറിയാം, അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയാമോ? പല സഹാബിമാരും പല ഉത്തരങ്ങളും പറഞ്ഞു. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതൊന്നും വളരെ കൃത്യമായ ഉത്തരമല്ല. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിന്റെ ഉദ്ദേശം പ്രവാചകന്റെ മരണമാണ് യഥാർത്ഥത്തിൽ ആ സൂറത്തിൽ സൂചിപ്പിക്കപ്പെടുന്നത്. അതാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം. ആ മരണത്തിനു വേണ്ടി തസ്ബീഹിലൂടെ ഇസ്തിഗ്ഫാറിലൂടെ ഒരുങ്ങാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എന്ത് തന്നെയായിരുന്നാലും ആ തസ്ബീഹും ഇസ്തിഗ്ഫാറുമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അങ്ങേയറ്റം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദൗത്യത്തിന്റെ പരിസമാപ്തിയുമായി അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നത്. നമ്മുടെ വെളിച്ചം, നമ്മളുടെ മാർഗദർശനം അങ്ങനെയാണ് ലോകത്ത് ഉടലോടുകൂടി ഇല്ലാതായി തീർന്നത്. നമ്മൾ ആ അർത്ഥത്തിൽ നമ്മൾക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതിനുശേഷം നമ്മൾക്ക് സംഭവിച്ചിട്ടുള്ള ദുരന്തങ്ങളൊക്കെ തന്നെ അതിന് താഴെ മാത്രമേ വരുന്നുള്ളൂ. എന്തായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലാത്ത ഒരു ലോകത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുന്യാവ് വേണോ പരലോകം വേണോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ തൃപ്തി നേടിക്കഴിഞ്ഞൊരു നിമിഷത്തിൽ ഇനി അള്ളാഹുവിന്റെ അടുത്തേക്കാണ് എനിക്ക് പോകേണ്ടത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനിച്ചു. ആ ലോകത്തേക്കാണ് നമ്മൾക്കും പോകാനുള്ളത്. നമ്മൾ റമദാനിന്റെ അവസാനത്തെ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അതിനുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാണ് നമ്മളും നടത്തുന്നത്. അള്ളാഹുവിന്റെ റസൂൽ അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന സമയത്ത് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിച്ച സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞ മറുപടി നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ അങ്ങേയറ്റം വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവനാണ്. എന്റെ പാപങ്ങൾ, എന്റെ കുറവുകൾ, എന്റെ തെറ്റുകൾ എനിക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ അല്ലാഹുവേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തസ്ബീഹും ഇസ്തിഗ്ഫാറും തൗബയും വർദ്ധിപ്പിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങിയതുപോലെ അള്ളാഹുവിൽ നിന്ന് പാപങ്ങളെല്ലാം പൊറുപ്പിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടവും സംതൃപ്തിയും നേടിയെടുത്ത് അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ, ആ മുഹൂർത്തമെത്തുമ്പോൾ അത് ഏറ്റവും സന്തോഷകരമായ വിധത്തിൽ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകണം എന്നതാണ് നമ്മുടെ എല്ലാം ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഈ നോമ്പിൽ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പരിശ്രമത്തിൽ നമ്മളെല്ലാവരും ശക്തമായി മുന്നേറുക. ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം നമ്മൾ പരിശുദ്ധ ഖുർആനിലൂടെ കടന്നുപോയപ്പോൾ ആ പരിശുദ്ധ ഖുർആൻ വചനങ്ങളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ നമ്മൾ സന്ദർശിച്ചപ്പോൾ അള്ളാഹുവുമായി കൂടുതൽ അടുക്കാനുള്ള സൂചനകളാണ്, നിർദ്ദേശങ്ങളാണ്, അറിവുകളാണ്, തിരിച്ചറിവുകളാണ് നമ്മൾക്കെല്ലാവർക്കും ലഭിച്ചത്. അള്ളാഹുവിന്റെ പ്രവാചകനെ കൂടുതൽ ഇഷ്ടപ്പെടാനും അവിടുത്തെ കാൽപ്പാടുകളെ അങ്ങേയറ്റത്തെ പ്രിയത്തോടുകൂടി പിന്തുടരാനും ഒടുവിൽ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. والذين معه أشداء على الكفار رحماء